ഹലോ! ഈ ചാർജർ കേബിൾ എങ്ങനെ ഇങ്ങനെ ആക്കിയെടുത്തതെന്നൊന്ന് കണ്ടു നോക്കിയാലോ? അപ്പം അതിനായിട്ട് ഞാൻ പൈപ്പ് ക്ലീനർ എടുത്തിട്ടുണ്ട്. ഒരു ബ്രഷ് എടുത്തിട്ട് അതിലേക്ക് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഒരു 5 ചുറ്റിലെങ്കിലും ഞാൻ ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്നത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കടത്തി കൊടുത്തതിന് ശേഷം ഒന്ന് ഓരോരോ ഇതളുകളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, ഒന്ന് തിരിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളൊരു പൂവിൻ്റെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓരോന്നോരോന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പൂവിൻ്റെ ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് പൈപ്പ് ക്ലീനർ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൂ ഇവിടെ റെഡിയായി കിട്ടും. പ്രത്യേകിച്ച് പശയോ കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടുക. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അതിലേക്ക് ലീഫ് വേണം. അതിന് ഗ്രീൻ പൈപ്പ് ക്ലീനർ എടുക്കുക. ജസ്റ്റ് ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ചെറിയ ലീഫ് മതി. നിങ്ങൾക്ക് എത്രത്തോളം ലീഫ് വലുതായി കിട്ടണോ അത്രത്തോളം നിങ്ങൾക്ക് എടുക്കാം. ഒന്നുകിൽ ഫുൾ പൈപ്പ് ക്ലീനർ എടുക്കാം, അല്ലെങ്കിൽ ഞാൻ എടുത്ത പോലെ ഹാഫായിട്ട് എടുക്കാം. ഹാഫായിട്ട് എടുത്തിട്ട് ചെറിയ ലെന്ത് വെച്ചിട്ട് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് 4-5 എണ്ണം നമുക്ക് വേണം. ഇനി മെയിൻ ഐറ്റം വേണ്ടേ, ചാർജർ എടുത്തിട്ടുണ്ട്. ആ കേബിളിലേക്ക് ഓരോരോ പൈപ്പ് ക്ലീനറായിട്ട് ഞാൻ ചുറ്റി കൊടുക്കുന്നുണ്ട്. നല്ല അടുപ്പിച്ചാണ് ചുറ്റി കൊടുക്കുന്നത്. അങ്ങനെ ഒരു ലെന്ത് ഇട്ടിട്ട് ചുറ്റി കൊടുത്തതിന് ശേഷം ഓരോരോ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പൂവില്ലേ, അത് ഓരോന്നോരോന്നായിട്ട് അതിലേക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെയും ചുറ്റി കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇടവിട്ട് പൂ വെച്ച് കൊടുക്കുക, ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക, പൂ വെച്ച് കൊടുക്കുക, ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ലീഫ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. സംഭവം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്. അതേപോലെ നമ്മൾ ചാർജറിൻ്റെ കേബിളിന് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.